പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. നമ്മളുടെ ലക്ഷ്യമോ ഭഗവത് പ്രാപ്തി. മാർഗം എന്തൊക്കെ തന്നെ ആയാലും ലക്ഷ്യം ഭഗവത് പ്രാപ്തി. ജീവേതയാവതാ ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യശ്ചേഹ കർമ്മഭേ. ഭാഗവതം ആരംഭിക്കുമ്പോ തന്നെ സൂതൻ പറയുന്നതാണ്, എന്ത് കർമ്മങ്ങളാണെങ്കിലും കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഒരർത്ഥമേ ഉള്ളൂ, സ്വയം കർമ്മം ഇല്ലാതാക്കുക. അല്ലാതെ കർമ്മം ചെയ്യലല്ല കർമ്മത്തിന്റെ പ്രയോജനം. കർമ്മം അതിന്റെ തന്നെ വിനാശത്തിനുള്ള വിത്ത് അതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. അത് പുതിയ വാസനകൾ ഉണ്ടാവാതെ കർമ്മം ചെയ്ത് തീർക്കാൻ കഴിയുമെങ്കിൽ കർമ്മവാസന ഒഴിഞ്ഞുപോയാൽ ശാന്തി ഉണ്ടാവും. ഭഗവത് സാക്ഷാത്കാരം, ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലളിതമായ അർത്ഥം പറഞ്ഞാൽ ശാന്തി അത്രയേ ഉള്ളൂ. ശാന്തി നമുക്കൊക്കെ അറിയാം. ഭക്തിയുടെയും പരമകാഷ്ഠ ശാന്തിയാണ്. പരാഭക്തി എന്ന് നമ്മൾ പറയണത് ശാന്തിയാണ്. തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. ഭാഗവതത്തില് നവയോഗി ഉപാഖ്യാനം പറയുമ്പോ ഇത് പറഞ്ഞതാണ്. അനേക വിധത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവുന്നു ഭക്തിയിൽ. ആ ഭാവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ എവിടെ അടങ്ങുന്നു? തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. പരമമായ ശാന്തി. ഭക്തന്മാരെയൊക്കെ വർണ്ണിക്കുമ്പോ, ഇപ്പൊ കുചേലനെ വർണ്ണിക്കുമ്പോ പുറമേക്ക് അനേക ബുദ്ധിമുട്ടുകളാണ്. എന്നാലും പ്രശാന്താത്മാ ജിതേന്ദ്രിയ. അകമയ്ക്ക് പ്രശാന്താത്മാവാണ്. പ്രകർഷമായ ശാന്തി അകമേ ഉള്ള ആള്. അതാണ് ഭക്തന്റെ ലക്ഷണം. പുറമേക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവട്ടെ, ആരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നുണ്ടോ അവിടെ ശാന്തി അല്ലാതെ പിന്നെ എന്തോ ഉണ്ടാവും? സമൃദ്ധമായ ശാന്തി. ആ ശാന്തി തന്നെ ബ്രഹ്മസ്വരൂപം, ശാന്തി തന്നെ മോക്ഷം, ശാന്തി തന്നെ ആത്മജ്ഞാനം, ശാന്തി തന്നെ ഭക്തി, ശാന്തി തന്നെ ചിത്തവൃത്തി നിരോധരൂപമായ യോഗം. ചിത്തവൃത്തികൾ കുറയുന്തോറും ശാന്തി കൂടും. നമുക്ക് സത്സംഗത്തിലിരിക്കുമ്പോ ശാന്തി കിട്ടണമെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ടല്ല, കുറച്ചു നേരം ചിത്തവൃത്തികളൊന്നും ഇല്ലാതെ, തോട്ട് വേവ്സ് കാര്യമായിട്ട് ഇല്ലാതെ ഇരുന്നു ശാന്തി. മനസ്സിലാക്കുന്നത് കൊണ്ട് ശാന്തി വരുമെങ്കിൽ ലോകത്തിലുള്ള മഹാപണ്ഡിതന്മാരൊക്കെ ശാന്തിയുള്ളവരായിരിക്കണം. വലിയ വലിയ സ്കോളേഴ്സൊക്കെ ശാന്തിയുള്ളവരായിരിക്കണം. അങ്ങനെ കാണാറില്ല നമ്മള്. അവരെ പോലെ അശാന്തന്മാരാരുമില്ലാതെ പലപ്പോഴും കാണും. അപ്പൊ ശാന്തി അതാണ് യോഗചിത്തവൃത്തി നിരോധ. യോഗം എന്താണ്? പതഞ്ജലി മഹർഷി പറഞ്ഞു. ആ ഒരേ ഒരു ഡെഫിനിഷനിൽ യോഗസൂത്രം മുഴുവൻ കഴിഞ്ഞു. ബാക്കിയുള്ള യോഗസൂത്രം ഒക്കെ തന്നെ ഈ ഡെഫിനിഷനെ വ്യാഖ്യാനിക്കാനാണ്. യോഗം എന്ന് വെച്ചാൽ എന്താ? പരോഹി യോഗ മനസസമാധി എന്ന് ഭാഗവതത്തിൽ. ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷി. ചിത്തവൃത്തി, വൃത്തി എന്ന് വെച്ചാൽ ചിത്ത, തോട്ട് വേവ്സ്, വിചാരങ്ങൾ. വിചാരങ്ങൾ കുറയും തോറും നമുക്ക് കാണാം ശാന്തി കൂടും. വിചാരങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ലോകത്തിൽ ഏതിനോടെങ്കിലും നമുക്ക് രാഗമുണ്ടെങ്കിൽ വിചാരം വരും. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ. നാളെ ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളോട് അമ്മ പറഞ്ഞു, ഇപ്പൊ തന്നെ വേണം തോന്നുന്നു, നാളെ രാവിലെയേ തരുള്ളൂ എന്ന് പറഞ്ഞു. നാളെ രാവിലെ വരെ അതേ വിചാരം. എന്താ? അതിനോട് രാഗം, അറ്റാച്ച്മെന്റ്. രാവിലെ 4 മണിക്ക് എഴുന്നേപ്പിച്ചു വിടും എന്ന് പറഞ്ഞു. വയ്യ, ഇപ്പോഴേ അതിന്റെ ടെൻഷൻ തുടങ്ങി. 4 മണിക്ക് എണീക്കണമല്ലോ, തലയിലെ എണ്ണ വെച്ച് കുളിക്കണമല്ലോ. രാഗം, ദ്വേഷമുണ്ടെങ്കിൽ മനസ്സ് അതിന് അഭിമുഖമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷ വരാൻ പോണു.
ഇതിനാ ഈ പരീക്ഷ അല്ലെ? പരീക്ഷയെ ഇല്ലാമ இருந்தா തേവല. നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് അഭിമുഖമായിട്ട് സുഖവൃത്തി ഉണ്ടാകും, നമുക്ക് ഇഷ്ടപ്പെടാത്തതിന് അഭിമുഖമായിട്ട് ദുഃഖവൃത്തി ഉണ്ടാവും. ഇതാണ് നമ്മളുടെ മനസ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വൃത്തിയും എന്താവുന്നു? ഇറ്റ് ഷൂട്ട്സ് അവേ ഫ്രം യു. സെന്റർ, കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഡിസിപ്പേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും മനസ്സ്. ശാന്തമായിരിക്കണമെങ്കിൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോ തന്നെ പറഞ്ഞു തന്നു, രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ. ലോകത്തിലൊക്കെ പ്രവർത്തിച്ചോളാം, നാളെ പലഹാരം കിട്ടിയാൽ, സ്വീറ്റ് കിട്ടിയാൽ കഴിച്ചോളാം. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട. ഓരോ മൊമെന്റിലും എന്തൊക്കെ കർമ്മം നടക്കണോ ആ കർമ്മം നടക്കട്ടെ. അതിനെന്തിനാ ഇപ്പോഴേ ചിന്തിക്കണം? എന്നാൽ ഞാൻ നാളെ മധുരപലഹാരം കഴിക്കാൻ പാടില്ല, ധാരാളമായിട്ട് കഴിച്ചോളൂ, കിട്ടുന്നത് എന്താ കിട്ടിയെന്ന് വെച്ചാൽ കഴിച്ചോളാം. പക്ഷെ ഇപ്പൊ തന്നെ അത് വേണം വേണം വേണം. പരീക്ഷ വരുമ്പോ എഴുതിക്കൊള്ളുക. ഇപ്പോഴേ എന്തിനാ പേടിക്കണത്, ഭയപ്പെടുന്നത്? ആ സമയത്ത് എഴുതിക്കൊള്ളാം, അതിന് വേണ്ട തയ്യാറെടുത്തോളാം. രാഗം ദ്വേഷം ഇത് രണ്ടും മാറ്റിയിട്ട് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മനസ്സ് അധികം ചലിക്കില്ല. യോഗം എന്നുള്ളത് ഈ രാഗദ്വേഷം എടുത്തു കളയൽ. അതേപോലെ കർത്തൃത്വം ഭോക്തൃത്വം. ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുമ്പോ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ എന്റെ തലയിലാണ്. അപ്പൊ സദാ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എന്റെ കുടുംബകാര്യങ്ങളൊക്കെ ആര് നോക്കും? നിങ്ങളൊക്കെ പറയാം, നിങ്ങൾക്ക് ഭഗവത്ഗീത ഇവിടെ വാചകം അടിച്ചാൽ മതി, എന്റെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കേണ്ടത്. അല്പം ശ്രദ്ധിച്ചാൽ കാണാം നമ്മളുടെ കാര്യമൊക്കെ നമ്മളാണോ നോക്കണത് എന്ന്. ഓരോ ദിവസവും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്നും അത് അതിന്റെ പാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കണം. ഇത്ര കാലം ജീവിച്ച ബാക്കിലേക്ക് ഒന്ന് പിരീഡ് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കണം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ഭാഗവതത്തിൽ ഒരു ശ്ലോകം വരും, ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥ. ഈ പാവക്കൂത്തില് പാവകളെ പുറകില് ചരട് പിടിച്ചു വലിച്ച് കളിപ്പിക്കണ പോലെ ഭഗവാന്റെ കയ്യിൽ നമ്മൾ പാവകളാണ്. ഈ പാവകൾ ഓരോന്നിനും ഞാനാണ് ഡാൻസ് കളിക്കണതെന്ന് വിചാരം വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നമ്മളുടെ ബുദ്ധിമുട്ട് മുഴുവൻ കാരണം രാഗം ദ്വേഷം കർത്തൃത്വം ഭോക്തൃത്വം. ഈ രാഗദ്വേഷത്തിന് മുഴുവൻ സോഴ്സോ അഹങ്കാരം. ഞാൻ കർത്ത, എന്റെ കയ്യിലാണ്, ഹോൾ റെസ്പോൺസിബിലിറ്റി എന്റെ തലയിലാണ്. പല്ലി വിചാരിക്കത്ര കൂര താങ്ങണത് ഞാനാണ്. ഞാൻ കൈവിട്ടാൽ ഈ അലുമിനിയം റൂഫ് മുഴുവൻ ചുവട്ടിൽ വീഴും എന്നൊരു പല്ലി വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഗോപുരം താങ്കി ബൊമ്മൈ அப்படின்னு தமிழ்ல சொல்லுவா. ஒரு கோபுரத்துல ஒரு பொம்மையை கொத்தி வச்சிருப்பான். அந்த பொம்மை இப்படி பிடிச்சுட்டு அதுக்கு அழகா அப்படி கை அந்த கோபுரத்தை தாங்குற மாதிரி அந்த கோபுரத்திலேயே கொத்தி வச்சிருப்பான். அந்த பொம்மையோட ஃபேஷியல் எக்ஸ்பிரஷன் பார்த்தா அந்த பொம்மை தான் இந்த கோபுரத்தையே பிடிச்சுட்டு இருக்கிற மாதிரி இருக்கும். அது மாதிரிதான் நமக்கும் நம்ம தான் நம்ம வாழ்க்கையை பூரா தூக்கிட்டு இருக்கிற மாதிரியும் உலகத்தையே தலையில வச்சுட்டு இருக்கிற மாதிரி ஒரு நினைப்பு. சகல கர்மங்களும் சகல வேலைகளும் ஒரு ஈஸ்வர சக்தி நடத்தின்னு இருக்கிறத ஸ்வஸ்தமா அதுக்கு கொடுத்துட்டு நிம்மதியா இருக்கணும். அதான் பக்தி, அதான் பகவத்கீதை. ஒரு ஸ்லோகம் தெரியண்டா, ഒരു ശ്ലോകം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ശരണാഗതി എന്താ? ഞാൻ കർത്താവോ ഭോക്താവോ അല്ല, സകലതും ആ സർവേശ്വര ശക്തി നടത്തുന്നു എന്നുള്ള സൂക്ഷ്മജ്ഞാനമാണ് ശരണാഗതി. അല്ലാതെ ശരണാഗതി ഒരു ആക്ട് അല്ല. നടക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല, ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. യജ്ഞം, അപ്പോ പ്രകൃതിയിൽ ഈ യജ്ഞം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി മുഴുവൻ യജ്ഞം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ യജ്ഞത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ ജീവിതവും. യജ്ഞത്തിന്റെ ശിഷ്ടമായ അമൃതം എന്താണ്? ശാന്തി. ശാന്തി എങ്ങനെ വരും? ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ശാന്തി വരും. ചിത്തവൃത്തികൾ എങ്ങനെ ഇല്ലാതാവും?
ഞങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ധ്യാനിക്കുമ്പോഴോ ജപിക്കുമ്പോഴോ ശാന്തി ഉണ്ടാവും. ബാക്കിയുള്ള സമയം ദൈനംദിന ജീവിതം. അതിലേക്കാണ് ഭഗവാൻ സൂചന തന്നത്. സ്വാർത്ഥത എടുത്തു കളഞ്ഞാൽ ചിത്തം കാര്യമായി പ്രവർത്തിക്കില്ല. ഇപ്പോ ആരോ ഒരു വലിയ ഉത്സവം നടത്തുന്നു. ആ ഉത്സവത്തിൽ നമ്മളും പോയി പങ്കുകൊണ്ട് പലതും ചെയ്യും. പക്ഷെ നമുക്ക് ടെൻഷനൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോവാം. പക്ഷെ ആ നടത്തുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് ഇരുന്നാലും അയാളുടെ തലയിൽ തലവേദന. അതേപോലെ ഈ പ്രപഞ്ച മഹായജ്ഞത്തിൽ ഒരു ഭാഗമാണ് നമ്മള്, അല്ലാതെ നമ്മൾ ചെയ്യണില്ല എന്ന് അറിഞ്ഞാൽ തന്നെ ചിത്തവൃത്തികൾ കുറഞ്ഞു പോകും. ടെൻഷനും വൃത്തികളും ഒന്നും വരില്ല. ഈ ഇത്രയൊക്കെ പറയണത്, ഇപ്പൊ ഈ യജ്ഞം ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ശാന്തി വരാൻ. എന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ശാന്തി വരാനാണ് സത്സംഗത്തിന്റെ പ്രയോജനം തന്നെ. അതാണ് സത്സംഗം കഴിഞ്ഞിട്ട് ശാന്തിയല്ല, ഇപ്പോഴെങ്കിലും ശാന്തി. ഇത് തന്നെ യജ്ഞം. ശാന്തി വരുന്നുണ്ടെങ്കിൽ ശാന്തി തന്നെ യജ്ഞത്തിന്റെ ഫലം. ആ ശാന്തി ഭഗവാന്റെ സ്വരൂപമാണ്. ശാന്തി വരണമെങ്കിൽ ചിത്തവൃത്തികൾ കുറയണം. ചിത്തവൃത്തികൾ കുറയണമെങ്കിലോ ചിത്തവൃത്തികളുടെ മൂലം എന്താണ്? അഹങ്കാരവൃത്തി. എത്ര ചിത്തവൃത്തികളുണ്ടോ മനസ്സിൽ? എത്ര വൃത്തികളുണ്ട്? എണ്ണിയാലൊടുങ്ങാത്ത ചിത്തവൃത്തികളുണ്ടെന്ന് നമുക്ക് തോന്നും. എന്താ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. കണക്കില് എത്ര നമ്പറുണ്ട്? ഭഗവാൻ ഉള്ളതിന് സദ്ദർശനത്തിൽ ചോദിക്കും, കണക്കിൽ എത്ര നമ്പറുണ്ട്? ചിലർ പറയും അനന്തമായ നമ്പേഴ്സ് ഉണ്ട്, കൗണ്ട്ലെസ്. ചിലർ പറയും 9 നമ്പറുണ്ട്. വാസ്തവത്തിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, 1. 1 മറ്റൊരു 1നെ കൂട്ടിയിട്ട് 2 ആവണു, മറ്റൊരു 1നെ കൂട്ടിയിട്ട് 3 ആവണു, മറ്റൊരു 1നെ കൂട്ടിയിട്ട് 4 ആവണു. അനന്തമായ ഡ്രസ് ഇട്ടിട്ട് നിൽക്കുകയാണ് 1 എന്നുള്ള നമ്പർ, അല്ലേ? 1 എന്നുള്ള നമ്പർ ആയിരക്കണക്കിന് ഡ്രസ്സ്, കോടിക്കണക്കിന് ഡ്രസ്സ്, അനന്തമായി ഡ്രസ് ഇട്ടും നമുക്കൊരു ഭ്രമം ഉണ്ടാക്കുന്നു. നമുക്ക് എണ്ണിയാൽ തീരാത്ത നമ്പേഴ്സ് ഉള്ള പോലെ. പക്ഷെ എല്ലാ നമ്പറുടെ വേഷത്തിലും ഒന്നാണോ ഉള്ളത്? അതേപോലെ നമുക്ക് ചിത്തവൃത്തികൾ അനേകം ഉണ്ട് എന്നൊരു ഭ്രമം. അതെന്തിനാന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മളുടെ ബുദ്ധിയിൽ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ഒരേ ഒരു ചിത്തവൃത്തിയേ ഉള്ളൂ, ഞാൻ. വൃത്തയസ്തു അഹം വൃത്തിം ആശ്രിതാഹ വൃത്തയോ മനഃ വിദ്ധി അഹം മനഃ. അഹങ്കാരം തന്നെ മനസ്സ്. വൃത്തികളൊക്കെ തന്നെ അഹങ്കാരവൃത്തി കൊണ്ട് ഗർഭിതമാണ്, ഇംപ്രഗ്നേറ്റഡ് വിത്ത് ഈഗോ. അപ്പൊ അഹങ്കാര ത്യാഗം ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള വൃത്തികളൊക്കെ താനെ ഒടുങ്ങിപ്പോകും. ആ അഹങ്കാരത്യാഗം തന്നെ യജ്ഞം. പുറമേക്കുള്ള യജ്ഞമൊക്കെ ഈ ആന്തരികമായി നടക്കേണ്ട യജ്ഞത്തിന്റെ ഒരു സിമ്പലാണ് പുറമേ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളും. അങ്ങനെ യജ്ഞത്തിൽ ബ്രഹ്മാനുഭവം പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഇന്നലെ പറഞ്ഞത്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ കുടിലമായ ശ്ലോകം ഒരിക്കൽ കൂടെ അർത്ഥം പറയാം. അന്നാദ്ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്നും ശുക്ലശോണിതങ്ങൾ ഉണ്ടായി പ്രാണികൾ ജനിക്കുന്നു. അന്നം എങ്ങനെ കിട്ടി? പർജന്യാത് അന്നസംഭവ, മഴ പെയ്യുന്നത് കൊണ്ട് മേഘത്തിൽ നിന്നും അന്നം ഉണ്ടായി. മേഘം എങ്ങനെ ഉണ്ടായി? യജ്ഞാദ്ഭവതി പർജന്യ, യജ്ഞം കൊണ്ട് മേഘം ഉണ്ടാവുന്നു. യജ്ഞം എന്ന് വെച്ചാൽ എന്താ? യാഗയജ്ഞങ്ങൾ ചെയ്യുന്നതും യജ്ഞമാണ്. പക്ഷെ ഇവിടെ പ്രകൃതി ചെയ്യുന്ന മഹായജ്ഞത്തിന്റെ ഫലമാണ് മഴ എന്നുള്ള അനുഗ്രഹം. സൂര്യൻ പ്രകാശിക്കുന്നത് ഒരു യജ്ഞമാണ്, വായു വീശുന്നത് ഒരു യജ്ഞമാണ്, സമുദ്രത്തിൽ ജലമുള്ളത് ഒരു യജ്ഞമാണ്, അത് മേഘമാക്കപ്പെടുന്നത് യജ്ഞമാണ്, ഒക്കെ യജ്ഞമാണ്. ഒരു മഹായജ്ഞം പ്രകൃതിയിൽ നടക്കുന്നു, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന വൃഷ്ടി. അപ്പൊ യജ്ഞാദ്ഭവതി പർജന്യ. യജ്ഞം എവിടുന്നുണ്ടായി? സംശയം എന്ത്? യജ്ഞം കർമ്മത്തിന്റെ ഫലമാണ്. കർമ്മം ത്യാഗരൂപമാവുമ്പോഴാണ് യജ്ഞമാവുന്നത്. അതുകൊണ്ട് യജ്ഞ കർമ്മ സമുദ്ഭവ. കർമ്മം ആര് ചെയ്തു?
കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മോദ്ഭവം എന്നുള്ളത് യാഗയജ്ഞം എന്ന അർത്ഥമെടുത്താൽ വേദത്തിലാണ് യാഗയജ്ഞങ്ങൾ ചെയ്യേണ്ട വിധി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദത്തിൽ നിന്നും കർമ്മ ഉദിച്ചു എന്ന്. അങ്ങനെയല്ലെങ്കിൽ ബ്രഹ്മോദ്ഭവം വിദ്ധി എന്നുള്ളതിന് ഇവിടെ ക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മം എന്ന് ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട്. ഇവിടെ ബ്രഹ്മ എന്ന ശബ്ദത്തിന് അർത്ഥം ക്ഷരബ്രഹ്മം, അതായത് അഹങ്കാരം, ജീവബോധം എന്നർത്ഥം. ഈ ജീവബോധത്തിൽ നിന്നുമാണ് കർമ്മം ഉടലെടുക്കുന്നത്. എല്ലാ ആക്ഷനും വേദാന്തത്തിന് ഇത്രയേ ചെയ്യാനുള്ളൂ. പുറത്ത് നടക്കുന്നതിനൊക്കെ ചുരുട്ടി തിരട്ടി കൊണ്ടുവന്ന് നമ്മളിലേക്ക് കൊണ്ടുവരണം. നാരോയിങ് ഡൗൺ ദ ടോപ്പിക് എന്ന് പറയും ഈ റിസർച്ചിൽ. എല്ലാത്തിനെയും നാരോയിങ് ഡൗൺ, ചുരുക്കി കൊണ്ടുവരാ. ഇപ്പൊ ചുരുക്കി കൊണ്ടുവന്ന് എവിടെ എന്നിൽ കൊണ്ടുവന്നു. ഇപ്പോ ഇവിടെ ബ്രഹ്മപദത്തിന് അർത്ഥം ക്ഷരബ്രഹ്മം എന്നാണ്. എന്താന്ന് വെച്ചാൽ ബ്രഹ്മ അക്ഷര സമുദ്ഭവം എന്ന് പറയേണ്ട ഭഗവാൻ പിന്നാലെ. അതുകൊണ്ട് തന്നെ ക്ഷരബ്രഹ്മത്തിനെയാണ് ഇവിടെ ഭഗവാൻ ബ്രഹ്മം എന്ന പദം കൊണ്ട് പറയണത്. അപ്പൊ കർമ്മം എവിടെ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മം എന്ന് വെച്ചാലോ ഇവിടെ ഞാൻ എന്നുള്ള ജീവബോധത്തിൽ നിന്നും ഉണ്ടായി. ജീവബോധം വെച്ചുകൊണ്ടാണല്ലോ കർമ്മം ചെയ്യണത്. യാഗയജ്ഞങ്ങൾ, പൂജ, ഇതൊക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ മഹർഷി എന്ത് ചെയ്യുകയാണെങ്കിലും പൂജ ചെയ്യുമ്പോ ഭഗവാനെ എങ്ങനെ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യുന്നവൻ ആരാണ് എന്നുള്ളത് മറക്കാതെ പൂജ ചെയ്താൽ പൂജയൊക്കെ ശരിയാവും. ധ്യാനം എങ്ങനെ ചെയ്യണം, ധ്യാനം ചെയ്യണവൻ ആരാണെന്ന് മറന്നിട്ടില്ലെങ്കിൽ ധ്യാനമൊക്കെ ലക്ഷ്യത്തിലെത്തിക്കും. ദാനം എങ്ങനെ ചെയ്യണം, ദാനം ചെയ്യുന്നവൻ ആരാണ്, ദാനം എന്നുള്ള കർമ്മം എവിടുന്ന് ഉടലെടുത്തു? ഞാൻ കർമ്മം ചെയ്യുന്നു. ഈ ഞാൻ ആര്? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവും. അക്ഷര സമുദ്ഭവം. ഈ ക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മത്തിൽ ഞാൻ എന്നുള്ള നിശ്ചലമായ പ്രജ്ഞയില് ബോധത്തിൽ ചെന്ന് ലയിക്കും. ബ്രഹ്മാക്ഷര സമുദ്ഭവം. ആ ലയനമാണ് എല്ലാ ആക്ഷന്റെയും ഫ്രൂട്ട്. ഏനകേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേത്. നിങ്ങൾ എന്ത് ചെയ്യണം? പാചകം ചെയ്യണോ? പാചകം ചെയ്തോളൂ. പക്ഷെ പാചകം ചെയ്യുന്നതോടുകൂടെ മനസ്സ് കൃഷ്ണനിൽ പോകട്ടെ. ഞങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യട്ടെ, ജോലി ചെയ്തോളൂ. ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് കൃഷ്ണനിലേക്ക് പോകട്ടെ. കൃഷ്ണൻ ആരാണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം. ഇതൊക്കെയാണ് കൃഷ്ണസ്വരൂപം. കൃഷ്ണസ്വരൂപം അറിയണമെങ്കിൽ നമ്മളുടെ അകമേയുള്ള ആനന്ദ അവബോധ സ്വരൂപമാണ് കൃഷ്ണൻ. അപ്പൊ എന്ത് ആക്ഷൻ, നമ്മൾക്ക് ലൗകിക ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമേ ഉണ്ടായിരിക്കരുത്. എന്നാ ഞങ്ങളൊക്കെ സന്യാസം എടുക്കണോ? സന്യാസം എടുത്താൽ അതും ലൗകിക ജീവിതം തന്നെ. കാഷായം എടുത്ത് പേര് മാറ്റി, എന്തിന്? ശരീരത്തിനല്ലേ ഇപ്പൊ കാഷായം എടുത്ത് പേര്, അതും ലൗകികം തന്നെ. ലൗകിക ജീവിതം എന്നൊന്നും ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നതിന്റെ സീക്രട്ട് എന്താന്ന് വെച്ചാൽ, സദാ ശരീരം ലോകത്തിൽ തന്നെ കുടുംബത്തിൽപ്പെട്ട് ഉഴഞ്ഞാലും ശരി, കുചേല ബ്രാഹ്മണനെ പോലെ ദാരിദ്ര്യത്തിലിരുന്നാലും ശരി, കുബേരനെ പോലെ പണക്കാരനായിരുന്നാലും ശരി, ഏതൊക്കെ. അതിനാണ് ഈ ഭാഗവതത്തിൽ എല്ലാ ഡയമെൻഷനും കാണിച്ചത്. ഒരു കൊച്ചുകുട്ടി പ്രഹ്ലാദൻ, പരമദാരിദ്ര്യത്തിലിരിക്കുന്ന കുചേലൻ, ധനസമൃദ്ധിയിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, ശരീരപ്രജ്ഞയില്ലാതെ നടക്കുന്ന ശുഖബ്രഹ്മ മഹർഷി, കുടുംബിനികളായ ഗൃഹസ്ഥ സ്ത്രീകളായ വിപ്രപത്നികൾ, അനേക വിധത്തിലുള്ള ചുമതലകളുള്ള കുടുംബിനികളായ ഗോപസ്ത്രീകൾ, വൃദ്ധയായിട്ടുള്ള ഒരു കുന്തി, മരിക്കാൻ കിടക്കുമ്പോ അസ്ത്ര പഞ്ചരത്തിൽ കിടക്കുന്ന ഒരു ഭീഷ്മര്, ഇവർക്കൊക്കെ ആത്മാവിൽ നിൽക്കാമെങ്കിൽ നിങ്ങൾക്കും എനിക്കും എന്തുകൊണ്ട് പാടില്ല എന്നാണ്. നേരത്തിന് ശാപ്പാട് കിട്ടണോ, ഒരു ടെൻഷൻ ഇല്ല, കുറച്ച് അടുക്കള ജോലിയെ ചെയ്യണ്ടോ, അല്ലെങ്കിൽ എന്തോ ഒരു ഓഫീസ്, ഇതിന്റെ നടുവിൽ എന്തുകൊണ്ട് നിന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ ഉള്ളിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതക്കാരൻ ഇത്ര കഥാപാത്രങ്ങളെ നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആരും രക്ഷപ്പെടാൻ പാടില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുമോ? അതൊക്കെ 60 വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ പ്രഹ്ലാദൻ. ഈ എല്ലാം ഞാൻ ആത്മാന്നൊക്കെ പറയാം, പക്ഷെ ശരീരത്തിന് വേദന വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഭീഷ്മര് അസ്ത്രത്തിന് മേലെ കിടന്നുകൊണ്ട് പറയണം.
ഒരു വൃദ്ധ സ്ത്രീ, കുടുംബസ്ത്രീ, കുടുംബത്തിൽ അനേക പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോ പറ്റുമോ? കുന്തി. ഇവരൊക്കെ യജ്ഞം ചെയ്തവരാണ്. മരണസമയത്തിരിക്കും. ഞങ്ങൾക്കൊക്കെ എവിടെ സാർ യോഗവും ധ്യാനവും ഒക്കെ ചെയ്യാൻ സമയമുണ്ടോ എന്ന് വെച്ചാൽ, പരീക്ഷത്തിന് യോഗമോ ധ്യാനമോ ചെയ്തിട്ടാണോ കിട്ടിയത്? അഥവാ പരീക്ഷത്തിന് വല്ല യോഗാഭ്യാസം ചെയ്യാൻ സമയമുണ്ടോ? 7 ദിവസത്തിൽ മരണം വരാൻ പോണെന്ന് വെച്ചാൽ പരീക്ഷത്തിനടുത്ത് ശുഖബ്രഹ്മ മഹർഷി, പരീക്ഷത്തെ ഇരിക്കൂ, ഞാൻ കുറച്ച് പ്രാണായാമം മുതൽ ധ്യാനം, ധാരണ, സമാധി ഒക്കെ പറഞ്ഞു തരാന്ന് വെച്ചാൽ അപ്പോഴേക്കും പാമ്പ് കൊണ്ടുപോകും. ശുഖബ്രഹ്മ മഹർഷി പറയണത്, പരീക്ഷത്തെ 7 ദിവസം ധാരാളം. 7 ദിവസത്തില് 6 ദിവസവും 23 മണിക്കൂറും 59 സെക്കൻഡും കഴിഞ്ഞ് അവസാനത്തെ ഒരു സെക്കൻഡിൽ നീ എന്റെ അടുത്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം രക്ഷപ്പെടുത്താനുള്ള കാര്യം. ശുകാചാര്യർ ചെയ്തതും അതാണ്. പരീക്ഷത്തിന്റെ മുമുക്ഷുത്വം ഉള്ളതുകൊണ്ട് 7 ദിവസം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി നീക്കി. അവസാനം പാമ്പ് കടിക്കണതിന് ജസ്റ്റ് മുമ്പ് പറഞ്ഞു, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആദായ നിഷ്കലേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥകാത്മനഃ. ആ സ്വരൂപത്തിൽ നിൽക്കൂ പരീക്ഷിത്തെ. തക്ഷകൻ വരുന്നതും തനിക്കറിയില്ല, തന്റെ ശരീരവും അറിയില്ല, വിശ്വവും അറിയില്ല, ഒക്കെ പരമാത്മസ്വരൂപമായിട്ട് 1 സെക്കൻഡ് മതി എന്നാണ്. എന്താന്ന് വെച്ചാൽ സത്യം അറിയപ്പെട്ട വസ്തുവാണ്, അനുഭവത്തിലുള്ള വസ്തുവാണ്. ഏതെങ്കിലും വിധത്തിൽ മനസ്സിനെ കൊണ്ടുപോയി ആത്മാവിൽ നിർത്തണം, ഭഗവാനിൽ നിർത്തണം. യജ്ഞങ്ങളെയൊക്കെ ഇവിടെ ഭഗവാൻ പതുക്കെ 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 അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് കർമ്മം, കർമ്മത്തിൽ നിന്നും ക്ഷരബ്രഹ്മം, ക്ഷരബ്രഹ്മത്തിൽ നിന്നും അക്ഷരബ്രഹ്മം, നിശ്ചലത, പൂർണ്ണത അവിടെ കൊണ്ടുവന്ന് നിർത്തി. തസ്മാത്, അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. ഗീതയിലെ ഒരുപാട് തസ്മാത് തസ്മാത് ഉണ്ട്. ചില പേരെല്ലാം പേശരത്ത് ഏതാവത് വാർത്തയെ തിരുപ്പ തിരുപ്പ ചൊല്ലുക. നീ ചൊന്നാ പോലെ ചൊല്ലുക. ചില പേർ നീങ്ക ചൊന്നാ പോലെ, അത് ചില പേരോട് യൂസേജ്. ஒருத்தட்ட போய் மாட்டின்னு விட்டேன் நான். அண்ணா நீங்க சொன்னா போல நான் வேலையை ரெசிக்னேஷன் கொடுத்துட்டேன், எனக்கு தூக்கி வாரி போட்டு கொடுத்தீங்க. எப்ப சொன்னேன்னா நீங்க சொன்ன அப்புறம் 10 நிமிஷம் பாக்கறது தான் தெரியுது, ஓரோ வார்த்தைக்கு பேக்லயும் நீங்க சொன்னா போல. ஆனா பகவான் இங்க தஸ்மாத் அப்படின்னு சொல்றது அந்த மாதிரி சாதாரண யூசேஜ் இல்ல. இப்ப இந்த யஜ்ஞத்தை சொன்னதுனால ഈ യജ്ഞം പറഞ്ഞതുകൊണ്ട് തസ്മാത് അതുകൊണ്ട് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുഹു ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രം, സംസാര ചക്രത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ യജ്ഞചക്രത്തിൽ കയറണം. അപ്പോഴേ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു വരാൻ ഒക്കെ ഉള്ളൂ. യജ്ഞചക്രം എന്താ? നമ്മൾ യജ്ഞം ചെയ്താൽ എന്നുവെച്ചാൽ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം. ആർക്കെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് നിവർത്തിയില്ല. സ്വരൂപത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം. நான் உதியாத உள்ள நிலையில இருந்துட்டு பண்ணக்கூடின ஓரோ பிரவர்த்தியும் யஜ்ஞமாயிடும். அந்த பிரவர்த்தி, அந்த கர்மா டைரக்டா ஸ்வரூபத்திலேந்து வருமே தவிர மனசுலேந்து வராது, அகங்காரத்திலேந்து வராது, புத்தியிலேந்து வராது, ஹிருதயத்திலேந்து வரும், உள்ளத்திலேந்து വരും. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തിയൊക്കെ യജ്ഞമാകും. അതൊന്നും നമ്മളെ ബന്ധിക്കില്ല. അതാണ് അതിന്റെ എളുപ്പം. ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും എന്തൊക്കെ വരുന്നോ അതൊക്കെ ബന്ധിക്കും. ഹൃദയത്തിൽ നിന്ന് വരുന്നത് ബന്ധിക്കില്ല. അപ്പോ ഭഗവാന്റെ മൊത്തത്തിലുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ സദാ ഹൃദയത്തിലേ ഇരിക്കൂ, ബുദ്ധിയിലും മനസ്സിലും ഇരിക്കരുത് എന്നാണ്. ഹൃദയത്തിലേ ഇരിക്കും. ബുദ്ധി എന്തു പറയും? എപ്പോഴും എനിക്ക് എങ്ങനെ കിട്ടും നോക്കിക്കൊണ്ടേയിരിക്കും. മനസ്സെന്തു പറയും? പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് കിട്ടേണ്ടത് കിട്ടുവോ ഇല്ലയോ, ആര് കണ്ടു, നഷ്ടപ്പെട്ടു പോവുമോ, വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോവുമോ. ഹൃദയം എന്തു പറയും? ഹൃദയത്തിന് യാതൊരു അവസരവും ഇല്ല, എല്ലാരും അനുഭവിക്കട്ടെ,
സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇത് ഹൃദയത്തിനേ പറയാൻ പറ്റുള്ളൂ. ബുദ്ധിക്കും മനസ്സിനും ഒരിക്കലും പറയാൻ പറ്റില്ല. ബുദ്ധിയും മനസ്സും എപ്പോഴും ഫോർ മീ, എനിക്ക്. ഹൃദയം എപ്പോഴും വിട്ടുകൊടുക്കുക. ഒരു സന്യാസി, വൃദ്ധനായ ഒരു സന്യാസി ഒരു കാട്ടിൽ താമസിക്കുന്നു. കൂടെ ഒരു ചെറിയ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ നാട്ടിലൊക്കെ പോയിട്ട് ഭിക്ഷ എടുത്തിട്ട് തിരിച്ചു വന്നു. ലോകമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഗുരുവിനോട് ചോദിച്ചു, ഈ നാട്ടുകാരെന്തിനാ വെറുതെ ഒരു ശണ്ട കൂടുന്നത്? ഇദ്ദേഹം പാവം ശണ്ട കൂടലേ കണ്ടിട്ടില്ല. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെ ശണ്ട കൂടും? അപ്പൊ ഗുരു പറഞ്ഞു, ശരി, ഞാൻ പഠിപ്പിച്ചു തരാം നിനക്ക് ശണ്ട കൂടുന്നത്. അയാളുടെ അടുത്ത് ഒരു ഭിക്ഷാപാത്രമുണ്ട്. ആ ഭിക്ഷാപാത്രത്തിനെ ഗുരു വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെയാണ്. അപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു, അതിനെന്താ ഗുരു, സ്വാമി എടുത്തോളൂ, നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നിനക്ക് ശണ്ട എന്താണെന്ന് പഠിപ്പിച്ചു തരണമെങ്കിൽ ഇത് എന്റെ ആണെന്ന് പറഞ്ഞാൽ അല്ല, എന്റെ ആണെന്ന് പറയണം. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ശണ്ട കൂടിക്കൊണ്ടേയിരിക്കാം. അഗ്രഹാരങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം தெரியும். இப்ப இருக்கோ தெரியாது. முன்னால எல்லாம் ஆனா ஒரு பூஷணிக்காய் வாங்கியாச்சுன்னா அதுல 2 பாதி எடுத்துட்டு ஒரு பாதி அவளுக்கு அசலாத்துக்காரா கொஞ்சம் அதிகமா எடுத்துட்டு கொடுத்தனா அப்புறம் ஒரு வாரம் சண்டை போட்டுப்பான். കാശ്മീർ പ്രോബ്ലം എത്ര കാലം അല്ലേ? ഭഗവാനെ മതിയായി തോന്നുന്നു. അവസാനം എല്ലാത്തിനെയും കൂടെ ഒരു തരട്ടെ. എല്ലാ ദ്വേഷത്തിനും മൂലകാരണം എന്താ? എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആയി ലഹള. വിട്ടുകൊടുക്കലാണ് യജ്ഞം. വിട്ടുകൊടുക്കുന്നത് എന്താ? ഹൃദയപൂർവം, അല്ലാതെ ടോളറൻസ് അല്ല. അങ്ങനെ ജീവിക്കുന്ന യജ്ഞചക്രത്തിൽ കയറുകയാണെങ്കിൽ അവന്റെ ജീവിതം സമ്പൂർണമാവും. എല്ലാവർക്കും വേണ്ടി ആര് ജീവിക്കുന്നു, ലോകമംഗളത്തിന് വേണ്ടി ആര് ജീവിക്കുന്നു, അയാളുടെ ജീവിതം സമ്പൂർണമാവും. അല്ലെങ്കിലോ ഭഗവാൻ പേര് കൊടുത്തു അയാൾക്ക് അഘായുഹു. അയാളുടെ ആയുസ്സുണ്ടല്ലോ ഓരോ ശ്വാസോച്ഛ്വാസവും പാപം നിറഞ്ഞതാണെന്ന്. ഇന്ദ്രിയാരാമഹ. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കുന്നു? എന്റെ സുഖം. ഇന്ദ്രിയാരാമഹ. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു വേണ്ടിയാണല്ലോ മറ്റുള്ളവരെ തട്ടിപ്പറിക്കുന്നതും ഒക്കെ. ഇന്ദ്രിയാരാമഹ മോഘം പാർത്ഥ സജീവതി. അവൻ ജീവിക്കുന്നത് തന്നെ വ്യർത്ഥമാണ്. നേരെ മറിച്ച് ഹൃദയത്തിലേ ജീവിക്കുന്നവൻ സദാ ആനന്ദത്തിലിരിക്കുന്നു. അയാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ആനന്ദം അനുഭവിക്കണം എന്നില്ല. എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നു.